ആദ്യം തന്നെ നമുക്ക് ഗ്ലോക്കോമ എന്നാൽ എന്ത് എന്ന് മനസ്സിലാക്കാം. നമ്മൾക്ക് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ ഉള്ളതുപോലെ തന്നെ കണ്ണിനും അതിൻ്റേതായ മർദ്ദമുണ്ട്. അതിനെയാണ് ഇൻട്രാ ഓക്കുലർ പ്രഷർ എന്ന് പറയുന്നത്. ഗ്ലോക്കോമയിൽ ഈ പ്രഷർ കൂടി കണ്ണിൻ്റെ ഞരമ്പിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നു. കണ്ണിൻ്റെ ഞരമ്പിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ വശങ്ങളിൽ നിന്നുള്ള കാഴ്ചയെ ഇത് അഫക്റ്റ് ചെയ്യുന്നു. ഗ്ലോക്കോമയുടെ അവസാന ഘട്ടങ്ങളിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടമാവുകയും ചെയ്യുന്നു. ഗ്ലോക്കോമയെ നമ്മൾ സൈലന്റ് തീഫ് ഓഫ് സൈറ്റ് എന്നാണ് പറയാറ്. അതായത് കാഴ്ചയുടെ നിശബ്ദനായ കൊലയാളി എന്നാണ് പറയുന്നത്. ഈ അസുഖത്തെ ഇത്രമാത്രം അപകടകാരിയാക്കുന്നത് എന്താണെന്ന് നോക്കാം. ഒന്നാമതായി, ഗ്ലോക്കോമയുള്ള ഒട്ടുമിക്ക രോഗികൾക്കും ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ മാത്രമാണ് രോഗി ഡോക്ടറുടെ അടുത്ത് എത്തുന്നത്. രണ്ടാമതായി, ഗ്ലോക്കോമയിൽ വരുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്നല്ല, ചികിത്സിച്ചാൽ മാത്രമാണ് ഇപ്പോഴുള്ള കാഴ്ചയെങ്കിലും നമുക്ക് നിലനിർത്താൻ കഴിയുകയുള്ളൂ. ഈ രോഗത്തിൻ്റെ അടുത്ത പ്രത്യേകത എന്തെന്നാൽ, ഈ രോഗം കൃത്യമായി കണ്ടുപിടിക്കാതിരിക്കുകയും ചികിത്സിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കാഴ്ച പൂർണ്ണമായി തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും. നാലാമതായി, ഗ്ലോക്കോമ അത്ര തന്നെ അസാധാരണമായ ഒരു അസുഖമല്ല എന്നതാണ്. നമ്മൾ 100 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ 3-4 പേർക്ക് ഗ്ലോക്കോമ എന്ന അസുഖം ഉണ്ട് എന്നതാണ്. ഇനി നമുക്ക് ഗ്ലോക്കോമ ആർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. സാധാരണ രീതിയിൽ 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഗ്ലോക്കോമ വരുവാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ ചിലതരം ഗ്ലോക്കോമ കുഞ്ഞുങ്ങൾക്കടക്കം വരുവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യവശാൽ അത്തരം ഗ്ലോക്കോമ താരതമ്യേന വളരെ കുറവാണ്. കണ്ണിന് കൂടുതൽ പവർ ഉള്ളവർക്ക്, അത് പ്ലസ് പവറോ മൈനസ് പവറോ ആയിക്കോട്ടെ, ഗ്ലോക്കോമ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. പാരമ്പര്യം ഒരു പ്രധാനപ്പെട്ട അപകട സാധ്യതയാണ്. നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഗ്ലോക്കോമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോക്കോമ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായും നിങ്ങൾ ഗ്ലോക്കോമയ്ക്ക് വേണ്ടി പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചിലവർക്ക് സ്റ്റീറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ കണ്ണിൻ്റെ പ്രഷർ കൂടുവാനും തന്മൂലം തന്നെ ഗ്ലോക്കോമ എന്ന അസുഖം വരുവാനും സാധ്യതയുണ്ട്. ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ സ്റ്റീറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കരുത്. അത് ക്രീമുകളായിക്കോട്ടെ, ഐ ഡ്രോപ്സ് ആയിക്കോട്ടെ, ടാബ്ലറ്റുകളോ ഇൻഹേലറോ ആയിക്കോട്ടെ, കണ്ണിൻ്റെ പ്രഷർ കൂടുവാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കണം. സ്റ്റീറോയിഡ് മെഡിസിൻസ് ഉപയോഗിക്കേണ്ട അവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കണ്ണിൻ്റെ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. മറ്റു കണ്ണിൻ്റെ അസുഖങ്ങൾ മൂലമോ കണ്ണിനുണ്ടാവുന്ന ക്ഷതങ്ങൾ, അപകടങ്ങൾ മൂലമോ കണ്ണിൻ്റെ പ്രഷർ കൂടുകയും ഗ്ലോക്കോമ വരുവാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. രോഗനിർണയവും തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ ഗ്ലോക്കോമയ്ക്ക് വേണ്ടി പ്രത്യേകമായി നടത്തുന്ന പരിശോധനകളെപ്പറ്റി മനസ്സിലാക്കാം. ആദ്യം തന്നെ കണ്ണിൻ്റെ പ്രഷർ കൃത്യമായി അളക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ഗോൾഡ്മാൻ അപ്ലനേഷൻ ടോണോമെട്രി. അത് കഴിഞ്ഞ് ഗോണിയോസ്കോപ്പിക് എക്സാമിനേഷൻ എന്ന് പറയും. അതായത് കണ്ണിൻ്റെ സുതാര്യമായ കൃഷ്ണമണിയുടെയും ബ്രൗൺ നിറമുള്ള ഐറിസിൻ്റെയും ഇടയിൽ വരുന്ന ആംഗിൾ ഓഫ് ആൻറ്റീരിയർ ചേംബറിനെ പറ്റി മനസ്സിലാക്കുന്ന ടെസ്റ്റാണിത്. ഇത് ഏതുതരം ഗ്ലോക്കോമയാണ് നിങ്ങൾക്ക് എന്ന് മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. നിങ്ങൾക്ക് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ, അതായത് ഈ ആംഗിൾ അടഞ്ഞിരിക്കുന്ന തരം ഗ്ലോക്കോമയാണോ, അഥവാ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, ഈ ആംഗിൾ തുറന്നിരിക്കുന്ന ഗ്ലോക്കോമയാണോ എന്ന് മനസ്സിലാക്കാൻ പ്രധാനമാണ്. ഇങ്ങനെ മനസ്സിലാക്കുന്നത് തുടർ ചികിത്സയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അത് കഴിഞ്ഞ ഡോക്ടർ 90D അഥവാ 78D ലെൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഞരമ്പിനെ എക്സാമിൻ ചെയ്യും. അതുമൂലം ഞരമ്പിന് എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കും. നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതുപോലെ ഗ്ലോക്കോമയിൽ വശക്കാഴ്ചയാണ് ആദ്യം തന്നെ കുറഞ്ഞു വരുന്നത്. നമ്മുടെ രോഗിക്ക് വശക്കാഴ്ച കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ് അഥവാ പെരിമെട്രി. കൂടാതെ കണ്ണിൻ്റെ ഞരമ്പിനുണ്ടാവുന്ന ഡാമേജിനെ അളക്കുന്ന സ്കാനാണ് OCT അഥവാ ഓപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രഫി. സ്റ്റീരിയോസ്കോപ്പിക് ഡിസ്ക് ഫോട്ടോ എന്നാൽ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഫോട്ടോ എടുത്തു വെക്കുന്നതിനെ പറയുന്നതാണ്. ഗ്ലോക്കോമ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പിന്നീടുള്ള ചികിത്സ എന്താണ്, ഏത് തരത്തിലുള്ള ഗ്ലോക്കോമയാണ്, അത് എത്രമാത്രം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള ചികിത്സ. ആംഗിൾ അടഞ്ഞിരിക്കുന്ന ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയാണെങ്കിൽ നമ്മളുടെ കണ്ണിൻ്റെ ബ്രൗൺ ഐറിസ് എന്ന ഭാഗത്ത് ചെറിയ ഒരു ലേസർ ചെയ്ത്, ലേസർ പെരിഫറൽ ഐറിഡോട്ടമി എന്ന് പറയും, ആ കണ്ണിൻ്റെ ആംഗിൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയായാലും ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയായാലും
ചികിത്സ സിമിലർ ആയിരിക്കും. ഗ്ലോക്കോമയുടെ പ്രധാന ചികിത്സ കണ്ണിൻ്റെ മർദ്ദം കുറയ്ക്കാനുള്ള തുള്ളിമരുന്നിൻ്റെ ശരിയായ ഉപയോഗമാണ്. തുള്ളിമരുന്നുകൾ ശരിയായി ഉപയോഗിച്ചിട്ടും കണ്ണിൻ്റെ പ്രഷർ അല്ലെങ്കിൽ ഗ്ലോക്കോമ നിയന്ത്രണത്തിൽ വരുന്നില്ല എങ്കിൽ കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കുവാനുള്ള ഓപ്പറേഷൻ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കും. ട്രെബിക്ലെക്ടമി അല്ലെങ്കിൽ വാൽവ് ഇംപ്ലാന്റേഷൻ തുടങ്ങിയ ഓപ്പറേഷനുകളാണ് ഇത്. ഗ്ലോക്കോമയുടെ തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം. ഐ ഡ്രോപ്സ് ഒഴിക്കുന്ന കാലയളവിൽ മാത്രമാണ് ഐ പ്രഷർ കൺട്രോൾ ആയിരിക്കുക. കുറച്ചു കാലം മാത്രം ഐ ഡ്രോപ്സ് ഒഴിച്ച് ഇപ്പോൾ പ്രഷർ നോർമലായി എന്ന് വിചാരിച്ച് നിർത്താൻ കഴിയുന്ന മരുന്നല്ല ഗ്ലോക്കോമയുടെ മരുന്നുകൾ. ഓർമ്മിക്കുക, പനിയും ചുമയും പോലെ അശേഷം മാറുന്ന അസുഖമല്ല ഗ്ലോക്കോമ. പകരം ഷുഗറോ പ്രഷറോ പോലെ മരുന്നുപയോഗിച്ച് നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അസുഖമാണ് ഗ്ലോക്കോമ. മരുന്ന് ഉപയോഗിച്ചിട്ടും കാഴ്ചയ്ക്ക് യാതൊരു ഇംപ്രൂവ്മെൻറ്റും ഇല്ല എന്ന് വിചാരിച്ചും മരുന്ന് നിർത്തരുത്. ഓർമ്മിക്കുക, ഗ്ലോക്കോമയിൽ കാഴ്ചയുടെ ഇംപ്രൂവ്മെൻ്റ് അല്ല, കാഴ്ച നിലനിർത്തുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തുടർ ചികിത്സ നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കാഴ്ച പോലും കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ തുടർച്ചയായി മരുന്ന് ഉപയോഗിക്കുമ്പോഴും യാതൊരു പ്രയാസവും ഉണ്ടാവാറില്ല. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ സമീപിച്ച് അതിനുള്ള പരിഹാരം തേടണം. കണ്ണിൽ തോന്നുന്ന വേദന, ഭാരം, വലിച്ചിൽ എന്നത് കണ്ണിൻ്റെ പ്രഷറിൻ്റെ തോതനുസരിച്ചല്ല. അതുകൊണ്ട് തന്നെ രോഗി ഇതനുസരിച്ച് മരുന്നിൻ്റെ ഡോസ് സ്വയം അഡ്ജസ്റ്റ് ചെയ്യരുത്. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ നിർദ്ദേശിച്ച സമയത്തു തന്നെ കൃത്യമായി ഒഴിക്കേണ്ടതാണ്. 2-3 തുള്ളിമരുന്നുകൾ ഉണ്ടെങ്കിൽ ഒരു മരുന്ന് ഉപയോഗിച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത മരുന്ന് ഉപയോഗിക്കണം. ഈ 5 മിനിറ്റ് ഇടവേളയിൽ നിങ്ങളുടെ കണ്ണുകൾ പതിയെ ചിമ്മണം. മരുന്ന് ഉപയോഗിക്കുമ്പോൾ വൃത്തിയോടെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ലത് കൈ സോപ്പിട്ട് കഴുകിയ ശേഷം മാത്രം മരുന്ന് ഉപയോഗിക്കുന്നതാണ്. മരുന്ന് ഒഴിക്കുമ്പോൾ കുപ്പിയുടെ അറ്റം കണ്ണിൽ തൊടാതെ ഇരിക്കുവാനും ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും പ്രധാനം ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യസമയത്ത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 40 വയസ്സിന് മുകളിലല്ലേ നമ്മൾക്ക് ഗ്ലോക്കോമയുടെ സാധ്യത കൂടുതൽ? ആ സമയത്ത് തന്നെയല്ലേ നമുക്ക് വെള്ളെഴുത്തിൻ്റെ പ്രയാസം തുടങ്ങുന്നത്, അതായത് ചെറിയ അക്ഷരങ്ങൾ വായിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കണ്ണട വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഡോക്ടറുടെ അടുത്തുകൂടി ഒരു ചെക്കപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ തന്നെ ഗ്ലോക്കോമയുടെ റിസ്ക് ആർക്കൊക്കെയാണ് കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത്തരത്തിൽ നമ്മൾക്ക് റിസ്ക് കൂടുതലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ തന്നെ ഒരു പ്രാവശ്യം ഡോക്ടറുടെ അടുത്ത് കൺസൾട്ട് ചെയ്യുക. പിന്നീടുള്ള ഫോളോ അപ്പ് ഡോക്ടർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. രണ്ടാമത്തെ പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കൃത്യമായി ചികിത്സിച്ചാൽ നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അസുഖമാണ് ഗ്ലോക്കോമ. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള കാഴ്ച നല്ലപോലെ നിലനിർത്താനും കഴിയുന്നുണ്ട്. ഒട്ടുമിക്ക ഗ്ലോക്കോമ പേഷ്യൻസിനും ഇതുമൂലം തന്നെ ഗ്ലോക്കോമ മൂലമുള്ള അന്ധതയുടെ ഭയമില്ലാതെ സാധാരണ ജീവിതം നയിക്കുവാനും കഴിയും. eye vision eye hospital, lighting up lives.